നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ സജീവ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാറളം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായി കുറ്റിയടിക്കൽ ചടങ്ങ് നടത്തി. 3 നിലകളിലായാണ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലച്ചിറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദുരിതാശ്വാസ നിധി കൈമാറി. വല്ലച്ചിറ പതിരിപ്പാലത്ത് തെങ്ങ് വീണ് തകർന്ന ചിക്കൻ കട ഉടമയ്ക്കാണ് ധനസഹായം നൽകിയത്. സംവിധായകൻ ഭരതൻ, പിന്നണി ഗായിക എസ് ജാനകി സ്മൃതിയൊരുക്കി സുഹൃത്ത് സംഘവും ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സാഫും. വാർത്തകൾ വിശദമായി. പാറളം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായി കുറ്റിയടിക്കൽ ചടങ്ങ് നടത്തി. 3 നിലകളിലായാണ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ കുറ്റിയടിക്കൽ ചടങ്ങ് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി, ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൃത്യമായ പ്ലാൻ വരച്ച് കുറ്റിയടിക്കൽ ചടങ്ങിന് മുൻപ് തന്നെ മുൻ ഭരണസമിതി കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നടത്തിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ ആരോപിച്ചു. മുൻ ഭരണസമിതി തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് 2025 സെപ്റ്റംബർ 28 ഞായറാഴ്ചയാണ് ഓഫീസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നടത്തിയത്. അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ആർ ബിന്ദുവാണ് തറക്കല്ലിടൽ നിർവഹിച്ചത്. 2 നില കെട്ടിടം നിർമ്മിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ തറക്കല്ലിടലിന് ശേഷം കുറ്റിയടിക്കൽ ചടങ്ങിന് എത്തിയപ്പോഴാണ് പുതിയ കെട്ടിടത്തിന്റെ സ്ഥാനം പുറമ്പോക്ക് ഭൂമിയിലേക്ക് നീങ്ങുമെന്ന അവസ്ഥ മനസ്സിലാക്കുന്നത്. എന്നാൽ നിലവിലെ ഭരണസമിതി കൃത്യമായ പ്ലാൻ തയ്യാറാക്കിയാണ് 3 നില കെട്ടിടം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി കുറ്റിയടിക്കൽ ചടങ്ങ് നടത്തുന്നത്. പദ്ധതി പ്രകാരമുള്ള കെട്ടിടം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് ശ്രീമതി ബിന്ദുവിനെ കൊണ്ട് ഇതിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതൊരു ബിൽഡിംഗ് പണിയുമ്പോഴും ആദ്യമായി അതിന് പ്ലാൻ വരച്ച് അതിൻ്റെ കൃത്യത വരുത്തി പിന്നീട് കുറ്റിയടിച്ചതിന് ശേഷമാണ് നമ്മൾ തറക്കല്ലിടുക. പക്ഷേ പഴയ ഭരണസമിതി ചെയ്തത് ആദ്യം തറക്കല്ലിടൽ ചടങ്ങാണ്. അത് യാഥാർത്ഥ്യത്തിൽ പാറളം പഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉള്ളൊരു പ്രഹസനമായിട്ടാണ് അന്ന് അവർ അത് ചെയ്തിട്ടുള്ളത്. വീണ്ടും പുതിയ ഭരണസമിതി നിലയിൽ വന്നപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും കരാറുകാരനായ ശ്രീ വേലായുധൻ ചേട്ടനെയും വിളിച്ച് യോഗം ചേർന്ന് ഇതിൻ്റെ കൃത്യത മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് മുൻപ് പ്ലാൻ വരച്ചത് 2 നിലകളിലായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തറക്കല്ലിടൽ ചടങ്ങിന് ശേഷം ഇതിൻ്റെ കുറ്റിയടിക്കാൻ വന്നപ്പോൾ പുറമ്പോക്കിലേക്ക് കൂടി ഇതിൻ്റെ ബിൽഡിംഗ് വരുന്നൊരു അവസ്ഥയിലേക്ക് നീങ്ങി. അപ്പോൾ ആ പ്രവർത്തനം അവിടെ നിലച്ചു. പിന്നീട് ഞങ്ങൾ പുതിയ ഭരണസമിതി ഇതുമായി മുന്നോട്ട് പോയപ്പോൾ ഇതിൻ്റെ കൃത്യത മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും 3 നിലയിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരയ്ക്കുകയും അതിൻ്റെ എല്ലാ അനുമതികളും കൃത്യത വരുത്തിക്കൊണ്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ചെയ്തത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലച്ചിറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദുരിതാശ്വാസ നിധി കൈമാറി. വല്ലച്ചിറ പതിരിപ്പാലത്ത് തെങ്ങ് വീണ് തകർന്ന ചിക്കൻ കട ഉടമയ്ക്കാണ് ധനസഹായം നൽകിയത്. ശക്തമായ കാറ്റിലും മഴയിലുമാണ് വല്ലച്ചിറ പകിരിപ്പാലത്ത് KV ചിക്കൻ സെന്ററിന് മുകളിൽ തെങ്ങ് വീണത്. കടയുടെ മേൽക്കൂരയ്ക്കടക്കം നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഇതേ തുടർന്ന് തകർന്ന കടയുടെ നവീകരണത്തിനായാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലച്ചിറ യൂണിറ്റും തൃശൂർ ജില്ലാ കമ്മിറ്റിയും ചേർന്ന് ധനസഹായം നൽകിയത്. തൃശൂർ ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ ധനസഹായം കൈമാറി. നമ്മൾ 100 കോടി രൂപ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭദ്രം പ്ലസ്, അതുപോലെ തന്നെ നമ്മുടെ ബെനവലൻസ് സൊസൈറ്റി. വലിയ രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനമാണ് സംഘടന ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സംഘടന എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മളെല്ലാവരുമാണ്. അപ്പോൾ സംഘടന 100 കോടി ക്ലബിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്? വല്ലച്ചിറയിലുള്ള ഓരോ വ്യാപാരിക്കും, തൃശ്ശൂർ ജില്ലയിലുള്ള ഓരോ വ്യാപാരിക്കും. അത് എവിടെയൊക്കെ പ്രവർത്തനം നടന്നാലും ആ പ്രവർത്തനത്തിലൊക്കെ നമ്മൾ പങ്കാളികളാവാനുള്ളത്. അപ്പോൾ ആ പങ്കാളിത്തം നമ്മളതിനൊക്കെ വലിയ അഭിമാനത്തിൻ്റെ
ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്. ഒരു കാലത്ത് വ്യാപാരം മാത്രമായിരുന്നു വ്യാപാരി വ്യവസായിക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് വ്യാപാരത്തിനോടൊപ്പം തന്നെയാണ് സംഘടനയുടെ സേവന പ്രവർത്തനങ്ങൾ. അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചില യൂണിറ്റുകളിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, മറ്റു ചിലവർ 2 മാസമോ 3 മാസം കൂടുമ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ജില്ലയെ സംബന്ധിച്ചിടത്തോളം 360 ദിവസം പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഭാഗമാവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയ ഭാഗ്യം. വല്ലച്ചിറ യൂണിറ്റ് പ്രസിഡന്റ് സലീഷ് നടുവിൽ അധ്യക്ഷനായി. നമുക്കത് ചെയ്യാൻ പറ്റാവുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ നമ്മളെ സഹായിച്ചതാണ് ആൾക്കാർ. കുറച്ച് കടക്കാർ ചെന്ന് കണ്ടോളൂ വെച്ചെങ്കിലും അവർ നമുക്ക് അപ്പം തന്നെ ഒരു സഹായം ഉണ്ടായി. ഇവിടെ ഓടി നടന്ന് കുറച്ച് കാശ് പിരിച്ച് അപ്പം തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റി. അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനൊരു കൂട്ടായ്മയിലും അത് തരാനൊരു മനസ്സ് വേണമല്ലോ, അത് വലിയൊരു കാര്യമാണ്. എല്ലാവരും ഇതിനെ സഹകരിച്ചു. ഇനിയും തുടർന്ന് എല്ലാവർക്കും എന്തെങ്കിലും ഇതേപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യാൻ നമുക്കൊരു ഒരുമിച്ച് അതേപോലെ നിൽക്കാം. എല്ലാവരുടെ കയ്യിൽ നിന്നൊരു സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. യൂണിറ്റ് സെക്രട്ടറി PT ആന്റണി, ട്രഷറർ വിൽസൺ പിടിയത്ത്, ഒല്ലൂർ നിയോജകമണ്ഡലം ഭാരവാഹി പോൾ തെറിക്കൽ, യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. സംവിധായകൻ ഭരതൻ, പിന്നണി ഗായിക S ജാനകി സ്മൃതിയൊരുക്കി സുഹൃത്ത് സംഘവും ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സാഫും ഓർമ്മയ്ക്കായി എന്ന പേരിലായിരുന്നു ഇരുവരുടെയും അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. സുഹൃത്ത് സംഘവും ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സാഫും സംയുക്തമായാണ് ഓർമ്മയ്ക്കായി ഒരുക്കിയത്. സംവിധായകൻ ഭരതന്റെ 28ാം ഓർമ്മദിനാചരണവും പിന്നണി ഗായിക S ജാനകിയുടെ അനുസ്മരണവും പുഷ്പാർച്ചനയും ഉൾപ്പെട്ടതായിരുന്നു ചടങ്ങ്. സംഗീത സംവിധായകൻ നടേഷ് ശങ്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഭരതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ താഴ്വാരം സിനിമ, കേളി, ഇതിനൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പാട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാൻ ഞാൻ ഓടി നടക്കും മറ്റേ ചെന്നൈയിൽ. അങ്ങനത്തെ ഒരു ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ കൂടെ ഇല്ലാന്നുള്ളൊരു ബുദ്ധിമുട്ട്, എല്ലാം ഒരു വിഷമം, സങ്കടം. അതെന്തായാലും അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ എന്റെ ഒരു കോടി പ്രണാമം അർപ്പിക്കുന്നു. സാഫ് പ്രസിഡന്റ് C വിജയൻ അധ്യക്ഷനായി. KB പ്രമോദ്, ഉമേഷ് നായർ, ബാലകൃഷ്ണൻ മാലി, സുമതി നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭരതൻ S ജാനകി ഗാനാർച്ചന അരങ്ങേറി. ഉമേഷ് നായർ, മണികണ്ഠൻ കിഴക്കൂട്ട്, പ്രദീപ് ചൊവ്വൂർ, PK ഉണ്ണികൃഷ്ണൻ, ഗീതാ നാരായണസ്വാമി, അക്ഷര മണികണ്ഠൻ, പാർവതി ഉണ്ണികൃഷ്ണൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. വിശക്കുന്നവന് അന്നമായി അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പാതയം. അവശതയിൽ കഴിയുന്നവർക്ക് വിദ്യാർത്ഥികൾ കാരുണ്യത്തിന്റെ രുചിയുള്ള പൊതിച്ചോറ് വിളമ്പുകയാണ് പാതയത്തിലൂടെ. ഓരോ വെള്ളിയാഴ്ചകളും അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പാതയത്തിനായി കാത്തിരിക്കുകയാണ് ഒരുപാട് നിരാലംബർ. വെള്ളിയാഴ്ചകളിൽ എല്ലാ വിദ്യാർത്ഥികളും സ്കൂളിൽ എത്തുന്നത് തങ്ങളുടെ വീടുകളിൽ നിന്നുള്ള പൊതിച്ചോറുമായാണ്. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പാതയം പദ്ധതിയിലേക്കുള്ളതാണ് വിദ്യാർത്ഥികൾ കൊണ്ടുവരുന്ന പൊതിച്ചോറ്. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ക്ലാസുകളിലെയും വിദ്യാർത്ഥികൾ ഓരോ പൊതിച്ചോറ് കയ്യിൽ കരുതിയാണ് സ്കൂളിൽ എത്തുക. കുട്ടികൾ കൊണ്ടുവരുന്ന പൊതിച്ചോറുകൾ അന്നേ ദിവസം ഒരുപാട് പേരുടെ വിശപ്പകറ്റാനുള്ളതാണ്. കൃത്യമായി അവശത അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് പൊതിച്ചോറ് സമ്മാനിക്കും. അവശത അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള മനോഭാവം കുട്ടികളിൽ വളർത്തിയെടുക്കുകയാണ് പാതയം പദ്ധതിയിലൂടെ സ്കൂൾ അധികൃതർ ലക്ഷ്യമിടുന്നത്. പ്രധാന അധ്യാപകൻ CM ജോഷി, PJ ഹെസ്ലിൻ, ലിസി ജോസഫ്, ശാരദാദേവി എന്നിവരടക്കം മുഴുവൻ സ്റ്റാഫ് അംഗങ്ങളും പാതയം പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നു. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നൽകുന്ന സഹകരണവും പിന്തുണയും അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാതയം പദ്ധതിക്ക് കരുത്താവുകയാണ്. കോടന്നൂർ കോൾ ഫാമിംഗ് സൊസൈറ്റി നടത്തുന്ന കോടന്നൂർ തരിശുപടവിലെ 2026-27 വർഷത്തെ മുണ്ടകൻ കൃഷിക്ക് തുടക്കമിട്ട് പൊഴുതുമാട്ടം നടത്തി. മുണ്ടകൻ കൃഷിയുടെ ആരംഭ ചടങ്ങായിരുന്നു പൊഴുതുമാട്ടം. സംഘം പ്രസിഡന്റ് പാഴൂര് അപ്പുക്കുട്ടൻ, സെക്രട്ടറി, ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, ജീവനക്കാർ, കർഷകർ തുടങ്ങിയവർ പൊഴുതുമാട്ടം ചടങ്ങിൽ പങ്കെടുത്തു.
വല്ലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മിഴി എന്ന പേരിൽ സംഘടിപ്പിച്ച സ്കൂൾ കലോത്സവം വർണ്ണാഭമായി. വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകളിലൂടെ മികവാർന്ന പ്രകടനമായി കലോത്സവം. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാ പ്രകാശൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഗായകനുമായ TS ആശിഷ് മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് സിജു എടപ്പള്ളി മുഖ്യാതിഥിയെ ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ റാഫി തട്ടിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ വിൽസൺ പിടിയത്ത്, MPTA പ്രസിഡന്റ് ജാൻസി, ഫൈൻ ആർട്സ് സെക്രട്ടറി മാസ്റ്റർ MR അഖിൽ, ഫസ്റ്റ് അസിസ്റ്റന്റ് TJ ഷീജ, കലോത്സവം കൺവീനർ റിജി കാവലക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ഓട്ടൻതുള്ളൽ, ഭരതനാട്യം, തിരുവാതിരക്കളി, നാടൻപാട്ട്, മൈം, മോണോ ആക്ട്, നാടോടി നൃത്തം, മാർഗം കളി, വട്ടപ്പാട്ട്, മിമിക്രി, സംഘഗാനം, ചിത്രരചന തുടങ്ങി വിവിധ മത്സരങ്ങളാണ് കലോത്സവത്തിൽ അരങ്ങേറിയത്. ട്രെയിനിൽ കയറുന്നതിനിടെ കാൽവഴുതി വീണ യുവതിക്ക് രക്ഷകനായി റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വ്യാഴാഴ്ച നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഒരൊറ്റ നിമിഷത്തിന്റെ വ്യത്യാസത്തിലാണ് യുവതിക്ക് തന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് സംഭവം. സിക്കന്ദരാബാദിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ശബരി എക്സ്പ്രസിൽ കയറുന്നതിനിടെയാണ് യുവതി അപകടത്തിൽപ്പെട്ടത്. നീങ്ങിക്കൊണ്ടിരുന്ന ട്രെയിനിൽ യുവതി കയറാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി വീഴുകയായിരുന്നു. അപകട സമയത്ത് യുവതിയുടെ സമീപത്തായി 2 RPF ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. യുവതി കാൽ വഴുതി ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും അരികിൽ വീണയുടൻ സമീപത്തുണ്ടായിരുന്ന RPF ഉദ്യോഗസ്ഥൻ സന്തോഷ് യുവതിയെ പിടിച്ച് വലിച്ചു നീക്കി രക്ഷപ്പെടുത്തി. RPF ഉദ്യോഗസ്ഥന്റെ കൃത്യതയാർന്ന ഇടപെടലാണ് ട്രെയിനിന് അടിയിലേക്ക് വീഴാതെ യുവതിയുടെ ജീവന് തുണയായത്. യുവതി വീഴുന്നത് ഉടൻ തന്നെ കാണാൻ കഴിഞ്ഞതും സമീപത്ത് തന്നെ ഉണ്ടായിരുന്നതുമാണ് രക്ഷയായതെന്ന് RPF ഉദ്യോഗസ്ഥൻ സന്തോഷ് പറഞ്ഞു. ഇത്തരത്തിൽ ഓടുന്ന ട്രെയിനിൽ യാത്രക്കാർ ചാടിക്കയറുന്നതും ഇറങ്ങുന്നതും പതിവാണെന്നും യാത്രക്കാർ ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കണമെന്നും RPF ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം കോട്ടയം സ്വദേശിയെന്ന് കരുതുന്ന 35-കാരിയായ യുവതി അടുത്ത ട്രെയിനിൽ യാത്ര തുടരുകയും ചെയ്തു. ഗാന്ധിജി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം ആഗസ്റ്റ് 2-ന് വാടാനപ്പള്ളി EMS സാംസ്കാരിക ഹാളിൽ നടക്കും. വിദ്യാർത്ഥികൾക്ക് അനുമോദനം, കലാപരിപാടികൾ എന്നിവ കുടുംബസംഗമത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ കുടുംബസംഗമത്തിന് തുടക്കമാകും. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിജി കോളേജ് പ്രധാനാധ്യാപകനായ ശശി അധ്യക്ഷനാകും. സഹപാഠികളിൽ ഓർമ്മയായവരെ ചടങ്ങിൽ അനുസ്മരിക്കും. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെ കുടുംബസംഗമത്തിൽ അനുമോദിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്ന് സംഘാടകരായ ഷൈൻ മോഹൻ, AM ഫൈസൽ, ഷാജി ചാമക്കല എന്നിവർ അറിയിച്ചു. 4 പതിറ്റാണ്ട് മുമ്പ് സ്ഥാപിതമാവുകയും ഇപ്പോൾ അതിന് പ്രവർത്തനം നിലച്ചിട്ട് ഏകദേശം 10-15 വർഷത്തോളമായി. എങ്കിലും ഇന്നും അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ എല്ലാ വർഷവും സ്നേഹോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഒരു സ്നേഹ സംഗമമുണ്ട്. ആ സ്നേഹോത്സവം 2026 ഓഗസ്റ്റ് 2-ാം തീയതി ഞായറാഴ്ച വാടാനപ്പള്ളി EMS ഹാളിൽ വെച്ച് നടത്തുകയാണ്. ബഹുമാനപ്പെട്ട മണലൂർ MLA-യും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ പ്രൊഫസർ C. രവീന്ദ്രനാഥ് മാഷാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. നടപ്പാത എന്ന ഹ്രസ്വചിത്രത്തിന്റെ സൗജന്യ പ്രദർശനം ആഗസ്റ്റ് 2-ന് ഞായറാഴ്ച തൃശൂർ ശ്രീ തിയേറ്ററിൽ നടക്കും. രാവിലെ 9:30-നാണ് ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം നടക്കുക. SSA തൃശൂർ ഫിലിം പ്രൊഡക്ഷന്റെ ബാനറിൽ ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരിയാണ് നടപ്പാതയുടെ കഥയും തിരക്കഥയും രചിച്ച് സംവിധാനം ചെയ്തത്. പ്രധാന കഥാപാത്രങ്ങളായ ബഷീറും സൈനബയും കുട്ടിക്കാലത്ത് ഒരു കുടക്കീഴിൽ തുടങ്ങിയ സൗഹൃദത്തിൽ നിന്ന് പ്രണയത്തിലേക്ക് വഴിമാറുന്നു. പിന്നീട് ഇവരുടെ ജീവിതത്തിലുണ്ടായ സംഭവബഹുലവും ഹൃദയസ്പർശിയുമായ കഥ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ദൃശ്യവൽക്കരിച്ചതാണ് നടപ്പാത എന്ന ഹ്രസ്വചിത്രം. നേരിന്റെ വഴിയിൽ സഞ്ചരിച്ച ഒരു പിടി നല്ല മനസ്സുകളുടെ നേർക്കാഴ്ച കൂടിയാവുകയാണ് ഈ ചിത്രം. C. രമാദേവി, ദേവകി ശങ്കർ, ശ്രീലക്ഷ്മി കണ്ണൂർ, ശങ്കർ ദേവ്, സുരേഷ് കനവ്, ആരാധ്യ ദിലീപ്, ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരി, അനുപമ മേനോൻ, അശ്വതി കൃഷ്ണ, ഷൺമുഖൻ എന്നിവരാണ് നടപ്പാത എന്ന ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടത്ത് നിയന്ത്രണം വിട്ടുമറിഞ്ഞ പിക്കപ്പ് വാനിൽ 18 ചാക്ക് പാൻ മസാല. അപകടത്തിന് പിന്നാലെ പിക്കപ്പ് വാൻ ഡ്രൈവർ അടക്കം 2 പേർ ഓടി രക്ഷപ്പെട്ടു. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. പൊന്നാനി രജിസ്ട്രേഷനിലുള്ള പിക്കപ്പ് വാൻ പന്നിത്തടം സെന്ററിൽ വെച്ച് നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു.
കേച്ചേരി ഭാഗത്തു നിന്ന് അക്കിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്നു പിക്കപ്പ് വാൻ. അപകടം നടന്നതിന് പിന്നാലെ രക്ഷാപ്രവർത്തനത്തിനായി നാട്ടുകാർ ഓടിയെത്തി. ഇത് കണ്ട പിക്കപ്പ് വാൻ ഡ്രൈവറടക്കം 2 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതോടെ നാട്ടുകാർ വിവരം എരുമപ്പെട്ടി പോലീസിനെ അറിയിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി പോലീസ് നടത്തിയ പരിശോധനയിലാണ് പിക്കപ്പ് വാനിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത പാൻ മസാല ശേഖരം പിടികൂടിയത്. 18 ചാക്ക് നിറയെ നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻഡ്സ് ആയിരുന്നു. പിക്കപ്പ് വാനിന്റെ പിറകുവശത്ത് പാൻ മസാല നിറച്ച ചാക്കുകൾ ടാർപ്പായ കൊണ്ട് മറച്ച നിലയിലായിരുന്നു. സംഭവത്തിൽ എരുമപ്പെട്ടി പോലീസ് കേസെടുത്തു. രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,225 രൂപ, പവന് 1,06,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാറളം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായി കുറ്റിയടിക്കൽ ചടങ്ങ് നടത്തി. 3 നിലകളിലായാണ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലച്ചിറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദുരിതാശ്വാസ നിധി കൈമാറി. വല്ലച്ചിറ പതിരിപ്പാലത്ത് തെങ്ങ് വീണ് തകർന്ന ചിക്കൻ കട ഉടമയ്ക്കാണ് ധനസഹായം നൽകിയത്. സംവിധായകൻ ഭരതൻ, പിന്നണി ഗായിക എസ് ജാനകി സ്മൃതിയൊരുക്കി സുഹൃത്ത് സംഘവും ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സാഫും. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.